ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു കറിയും അതുപോലെ നല്ലൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ഫിഷ് മസാലൻ്റെ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ ഉച്ചക്കത്തുള്ള പ്രിപ്പറാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ അരി ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തിളച്ച് കിട്ടുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് 2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പത്തിന് ചോറ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ചോറ് അവിടെ ചോറവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ദമ്മിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ കറി ഉണ്ടാക്കുകയാണ്, പപ്പായാണ് കറി ഉണ്ടാക്കുന്നത്. ഒരു മൺചട്ടി കൊണ്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക്, 4-5 വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിനുള്ളത്ര പച്ചമുളക്, നമ്മൾക്ക് എത്ര എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ചേർത്താൽ മതി. പിന്നെ സവാള ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പപ്പായ ഒന്ന് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറുപയർ ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്, നല്ലൊരു ഹെൽത്തിയാണ്. ആവശ്യത്തിനുള്ള ഇത്ര വെള്ളം ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് വെന്ത് വരുമ്പത്തിന് ഇതിലേക്ക് ഞാൻ തേങ്ങയും വലിയ ജീരകയും ഇതൊന്ന് അരച്ചെടുത്ത് വരുന്നുണ്ട്. വലിയ ജീരകം ഇതിൽ ചേർത്തത് കാണിക്കാനായിട്ടില്ല, വീഡിയോ സ്കിപ്പായിപ്പോയി. ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പത്തിന് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കറി ഇവിടെ തിളച്ച് വരുമ്പത്തിന് ഞാനിവിടെ മീനൊന്ന് നന്നായിട്ട് മുറിച്ച് കഴുകിയെടുക്കുകയാണ്. ഇത് മുറിമീനാണ്, നല്ല കട്ടിയുള്ള മീനാണ്. ഇത് മുറിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് കത്തരിക്ക് മുറിച്ചില്ലാത്തത് കൊണ്ടായിട്ടുണ്ടാവും. ഇതൊരു മീൻ മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലർ ഇതിൻ്റെ തോളൊന്നും കളയലില്ലായിട്ടുണ്ടാവും, അങ്ങനെ തന്നെ മുറിച്ചിടലാണ്. ഇതിൻ്റെ തോട് കളയണം. നന്നായിട്ട് ഫ്രൈ ആക്കിയാൽ നല്ലൊരു ചിക്കൻ പൊരിച്ച പോലെ നല്ല ടേസ്റ്റാണ് ഇതൊരു മീൻ ഫ്രൈ ആക്കി എടുത്താൽ. വലിയ മീനായാലും ഇതിൻ്റെ തലയ്ക്ക് ചേർക്കാറുണ്ട്, ചെറിയ മീനായാലും ഇതിൻ്റെ തലൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകുന്നില്ല. ഇപ്പം എങ്ങനെ മുറിക്കുക ഇതിനെ നോക്കാണ്. നല്ല കട്ടിയുള്ള മീനല്ലേ, മുറിക്കാനും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇതൊരു മീൻ മാത്രം നിങ്ങൾക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാണ്.
അപ്പം ഇവിടെ ഞാൻ മീനെല്ലാം മുറിച്ചെടുക്കുകയാണ്. മീനെല്ലാം മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കുകയാണ്. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത്ര പുളി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി പൊടിച്ചത്, 1/4 ടീസ്പൂൺ വെള്ള ജീരക പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ അജ്വൻ വാമ, 10 കാശ്മീർ ചില്ലി, ആവശ്യത്തിനുള്ളത്ര ഉപ്പും. ഇതൊന്ന് അരച്ചെടുത്ത് പകുതി അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മീനിലേക്ക് വരകിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മുളകാണ് വേണ്ടത്. ഇതൊന്ന് മസാല പുരട്ടിയിട്ട് 15 മിനിറ്റ് അടച്ച് വെക്കണം. ബാക്കിയുള്ള മസാല ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാണ്. ഇനി അടുത്തതിൽ മീൻ എടുക്കുമ്പോഴത്തേന് ഇതേ മസാല കൊണ്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഞാനിവിടെ ദോശ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മീൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ആക്കാതെ ഇതേപോലത്തെ ദോശ ചട്ടിയിൽ മീൻ ഫ്രൈ ആക്കിയാൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നോക്കി കഴിക്കണം. ഇപ്പോൾ ഇവിടെ മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ചോറ് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. പിന്നെ ഇവിടെ ചോറൊക്കെ റെഡിയായി, മീനും ഫ്രൈ ആയി, കറിയും റെഡിയായി. ഇനി ഉച്ചക്കത്തുള്ള ഭക്ഷണമൊക്കെ റെഡിയായി, ചോറ് തിന്നാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കറി, അതേപോലെ നല്ലൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു മസാല മീൻ ഫ്രൈ ആണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതൊരു മസാല ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.